നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നിശബ്ദത പാലിക്കുന്നതാണ്. ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് പറയുന്ന ഓരോ വാക്കും മൂർച്ചയേറിയ കത്തി പോലെ മറ്റൊരാളുടെ ഹൃദയത്തിൽ കുത്തിക്കയറും. അയ്യോ, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്നോർത്ത് എത്ര ദുഃഖിച്ചാലും മറ്റേയാൾക്ക് ഏറ്റുപോയ മുറിവ് ഒരു കാലത്തും ഉണങ്ങില്ല. അതുകൊണ്ട് കോപത്താൽ വരുന്ന വാക്കുകൾ വിഴുങ്ങാൻ നോക്കുക. മറ്റൊരാൾ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിശദീകരണങ്ങൾ നിരത്തുകയും നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ കാലക്രമേണ മാത്രമേ അതിൻ്റെയൊക്കെ ചുരുളഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വിജയിച്ച് നിൽക്കുമ്പോൾ പലർക്കും ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ രണ്ടാളെ അറിയിക്കാതെ ഒരു സമാധാനവും കിട്ടില്ല. വിജയം വിളംബരം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റുള്ളവർ സന്തോഷത്തോടെ കൈയടിച്ചാൽ വിജയത്തിന് മേന്മ കൂടും. എന്നാൽ എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണോ കൈയടിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. ഒരു സുഗന്ധമുള്ള പൂവ് ആരെയും വിളിച്ചു കൊണ്ടുവരുന്നില്ല, അതിൻ്റെ മണമാണ് ആളുകളെ ആകർഷിക്കുന്നത്. അങ്ങനെന്തോ ഒരു ചൊല്ലുണ്ട്. അനാവശ്യമായ ആളുകളിലേക്ക് നമ്മുടെ ലൈഫിൻ്റെ നല്ല നല്ല അപ്ഡേറ്റ്സ് ഒരു പ്രോപ്പർ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുന്നേ പറഞ്ഞാൽ പലർക്കും പല ചിന്തകൾ മനസ്സിലുദിക്കും. അവർ അവരുടേതായ അസംഷൻസും കൺക്ലൂഷൻസും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ തെറ്റായ രീതിയിൽ മാനിപ്പുലേറ്റഡ് ആവാൻ വരെ സാധ്യതയുണ്ട്. സോ കോൺക്യൂർ ദി ഹൈറ്റ്സ് സ്ലോലി. ഷെയർ ഇറ്റ് വിത്ത് ജസ്റ്റ് എ ക്ലോസസ്റ്റ് സർക്കിൾ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം. വൺസ് ഇറ്റ് ഈസ് ലൗഡ് ആൻഡ് ക്ലിയർ, എല്ലാവരെയും എല്ലാം അറിയിക്കാന്നേ. ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ.